കഴിഞ്ഞ ഒരു വർഷമായി തങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സേവനങ്ങൾക്ക് വലിയ മുൻഗണനയാണ് ഗൂഗിൾ നൽകുന്നത്. AI ഓവർവ്യൂസ്, ഗൂഗിൾ I/O എന്നിവ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ മാറ്റങ്ങൾ പല ഉപയോക്താക്കൾക്കും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. മുൻപ് വളരെ ലളിതമായിരുന്ന ഗൂഗിൾ സെർച്ച് ഇന്ന് കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. AI സംഗ്രഹങ്ങളും സ്പോൺസേർഡ് ലിങ്കുകളും കാരണം വെബ് ലിങ്കുകളിലേക്ക് എത്തുന്നതിനു മുൻപ് തന്നെ ഉപയോക്താവിന് വലിയൊരു ഭാഗം സ്ക്രോൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡക്ഡക്കോ എന്ന സെർച്ച് എഞ്ചിനിലേക്കുള്ള ആളുകളുടെ ചുവടുമാറ്റം ശ്രദ്ധേയമാകുന്നത്. അനാവശ്യമായ വിവരങ്ങൾ ഒഴിവാക്കി വ്യക്തമായ സേവനമാണ് ഡക്ഡക്കോ നൽകുന്നത്. തിരച്ചിൽ നടത്തുമ്പോൾ അനാവശ്യമായ സ്ക്രോളിംഗ് ഒഴിവാക്കി വെബ് ലിങ്കുകൾക്ക് മുൻഗണന നൽകുന്നുവെന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം. AI ഫീച്ചറുകൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാത്തതും ഉപയോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ്. സെർച്ച് അസിസ്റ്റ് എന്ന സംവിധാനം ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ബാങ്ക്സ് എന്ന ഷോർട്ട് കട്ട് സംവിധാനം ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വെബ്സൈറ്റുകളിലേക്ക് പോകാനും ഉപയോക്താക്കൾക്ക് സാധിക്കും. ഉദാഹരണത്തിന് ആമസോണിൽ എന്തെങ്കിലും തിരയാൻ ഗൂഗിളിൽ പോയി ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം !A എന്ന് ടൈപ്പ് ചെയ്താൽ നേരിട്ട് ആമസോൺ സെർച്ച് പേജിലേക്ക് എത്താം. യൂട്യൂബ്, റെഡ്ഡിറ്റ്, വിക്കിപീഡിയ തുടങ്ങിയ നൂറുകണക്കിന് സൈറ്റുകൾക്കായി ഇത്തരം ഷോർട്ട് കട്ടുകൾ ലഭ്യമാണ്. അതേസമയം പ്രാദേശിക തിരച്ചിലുകൾക്കും ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്നതിനും ഗൂഗിൾ തന്നെയാണ് ഇന്നും മികച്ചത്.